നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40 സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കിയ സ്ക്രീനിംഗ് കമ്മിറ്റി സിറ്റിംഗ് സംവരണ മണ്ഡലങ്ങൾ ഒറ്റ പേരിലേക്ക് എത്തിയ മണ്ഡലങ്ങൾ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളിലെ ആദ്യ പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സംവരണ സീറ്റുകളിൽ ധാരണയിലെത്താൻ കൊടിക്കുന്നിൽ സുരേഷ് എംപിയുമായി സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദനൻ മിസ്ത്രി കൂടിക്കാഴ്ച നടത്തിയെന്നും അറിയാൻ സാധിക്കും. വിനിത വി ജി വിവരങ്ങളുമായി ചേരുന്നു. വിനിത, ഉടക്കസ്വാമി തേങ്ങ എന്ന് പറയുന്നത് പോലെ ആദ്യഘട്ട പട്ടിക എപ്പോഴാണ് ഉണ്ടാവുക? നാളെ കേൾക്കുന്നുണ്ട്. ഹഷ്മി 22-ന് ചേരുന്ന യോഗത്തിന് ശേഷമായിരിക്കും ആദ്യഘട്ട പട്ടികയുണ്ടാകുന്നത്. 22-ന് ഇതുവരെ തയ്യാറാക്കിയ പട്ടിക സംബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ ഹൈക്കമാൻഡിന് കേരളത്തിൽ നിന്നെത്തുന്ന നേതാക്കൾ ഹൈക്കമാൻഡിന് കൈമാറും. അതിനുശേഷം 22ഓടുകൂടിയോ അല്ലെങ്കിൽ 22-ന് ശേഷമോ ആദ്യഘട്ട പട്ടികയുണ്ടാകും. അതായത് അടുത്ത ആഴ്ചയോടുകൂടി തന്നെ ഈ പട്ടിക നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപിയുമായി ഇതിന്റെ ചുമതലയുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദനൻ മിസ്ത്രി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് മധുസൂദനൻ മിസ്ത്രി. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ സംവരണ സീറ്റുകളിൽ അഭിപ്രായം തേടുന്നതിന് കൂടിയാണ് കൊടിക്കുന്നിൽ സുരേഷിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ 40 സ്ഥാനാർത്ഥികളുടെ പട്ടിക ഈ സ്ക്രീനിംഗ് കമ്മിറ്റി തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ആദ്യഘട്ടത്തിൽ 50 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. അതിലാണ് 40 സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇതിനോടകം തന്നെ കോൺഗ്രസ് തയ്യാറാക്കിയിരിക്കുന്നത്. സിറ്റിംഗ് ഒപ്പം തന്നെ സംവരണ മണ്ഡലങ്ങൾ ഒപ്പം തന്നെ ഒറ്റപ്പേരിലേക്ക് എത്തിയ മണ്ഡലങ്ങൾ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആദ്യഘട്ട പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വട്ടിയൂർക്കാവ് മണ്ഡലവും ആദ്യഘട്ട പട്ടികയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒപ്പം ഈ വി ഡി സതീശന്റെ യാത്രയ്ക്ക് ശേഷം മാത്രം മതിയെന്ന ഒരു വിഭാഗം നേതാക്കൾ ഒരു അഭിപ്രായം കൂടി പറഞ്ഞിട്ടുണ്ട്. ഏതാണെങ്കിലും എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഒരു നീക്കം തന്നെയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. ഇന്ന് കൊടിക്കുന്നിൽ സുരേഷുമായും മധുസൂദനൻ മിസ്ത്രി കൂടിക്കാഴ്ച നടത്തും. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ സംവരണ സീറ്റുകൾ സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം തേടുന്നതിന് കൂടിയാണ് ഡൽഹിയിൽ ആ കൂടിക്കാഴ്ച ഉണ്ടാവുക. എത്രയും വേഗം ചർച്ചകൾ പൂർത്തിയാക്കി 22-ന് ശേഷം സ്ഥാനാർത്ഥി പട്ടിക ആദ്യഘട്ടം കോൺഗ്രസ് പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഹഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.